89 അംഗ പുതിയ സംസ്ഥാന സമിതിയിൽ 15 പുതുമുഖങ്ങൾ. പുതുതായി സംസ്ഥാന സമിതിയിൽ എത്തുന്നത് വനിതകൾ. കോങ്ങാട് MLA ശാന്തകുമാരി, ഒപ്പം ആർ ബിന്ദു, ഒപ്പം ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്നിവരാണ്. യുവാക്കൾക്കും വനിതകൾക്കും കാര്യമായ പ്രാതിനിധ്യം നൽകിക്കൊണ്ട് 89 അംഗ പുതിയ സംസ്ഥാന സമിതിയാണ് CPM സംസ്ഥാന സമ്മേളനത്തിൻ്റെ അവസാന ദിനം തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി ഈ സംസ്ഥാന സമിതി ചേർന്ന് പുതിയ സംസ്ഥാന സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. MV ഗോവിന്ദൻ തന്നെ സംസ്ഥാന സെക്രട്ടറിയായി തുടരുമെന്ന് നേരത്തെ തന്നെ ധാരണയായതാണ്. അതിൻ്റെ ഒരു സാങ്കേതികത്വം മാത്രമായിരിക്കും ഇനി എങ്ങനെയാണെന്ന് അറിയാനുള്ളത്. ആര് അദ്ദേഹത്തിൻ്റെ പേര് നിർദ്ദേശിക്കും എന്നുള്ളതാണ് ഇനി അറിയാൻ ഉള്ളൊരു കാര്യം. സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കുള്ള പുതിയ അംഗങ്ങൾ ഒരു പക്ഷേ ഇന്ന് തെരഞ്ഞെടുത്തേക്കില്ല എന്നുള്ള സൂചനകൾ കൂടി വരുന്നുണ്ട്. എന്തായാലും നിലവിൽ നേരത്തെയുള്ള കമ്മിറ്റിയിൽ നിന്ന് പുറത്തു പോകുന്ന അല്ലെങ്കിൽ ഒഴിവാക്കുന്ന അംഗങ്ങൾ ആരൊക്കെയാണെന്നുള്ള കാര്യത്തിലൊരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. നിലവിൽ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ PK ശ്രീമതി അടക്കം കരുനാഗപ്പള്ളി വിഭാഗീയതയിൽ പേര് കേട്ടിരുന്ന സൂസൻ കോടി അടക്കമുള്ള അംഗങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്. DYFI സംസ്ഥാന നേതാക്കളായ V വസീഫും VK സനോജും കമ്മിറ്റിയിലേക്ക് എത്തുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. രാജ്യസഭാ MP ആയ ജോൺ ബ്രിട്ടാസും AK സെന്ററിന്റെ ഓഫീസ് ചുമതലയുണ്ടായിരുന്ന ബിജു കണ്ടക്കയും സംസ്ഥാന സമിതിയിലേക്ക് എത്തുമെന്നുള്ളതും ഈ രണ്ടുപേരും ശ്രദ്ധേയ മുഖങ്ങളാണ് പുതിയ 89 അംഗ സമിതിയിലെ. ഒപ്പം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 3 മന്ത്രിമാർ സംസ്ഥാന സമിതിയിലേക്ക് എത്തുന്നു. അതിൽ 2 പേർ മന്ത്രി ആർ ബിന്ദു, മന്ത്രി വീണ ജോർജുമെങ്കിൽ മറ്റൊരു മന്ത്രി OR കേളുവാണ്. OR കേളുവും ഇപ്പോൾ സംസ്ഥാന സമിതിയിലേക്ക് എത്തുന്നു. 15 പുതുമുഖങ്ങൾ. അതിൽ 5 പേർ പുതിയ സംസ്ഥാന സെക്രട്ടറിമാരാണ്, 2 പേർ മന്ത്രിമാരാണ്, ഒരാൾ രാജ്യസഭാ MP ആണ്, ഒരാൾ നേരത്തെ AK സെന്ററിൻ്റെ ഓഫീസ് ചുമതലയുണ്ടായിരുന്ന ബിജു കണ്ടക്കയാണ്. മറ്റു പുതുമുഖങ്ങളെ കൂടി അല്പസമയത്തിനകം നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം ആരൊക്കെയാണ്, എത്ര പേർ, ഇവരുടെ കണക്ക് ഫിഗറാണ് ഇനി കിട്ടുന്നത്. ഒഴിവാക്കപ്പെട്ട ആളുകളുടെ കൃത്യമായ കണക്ക് ലഭിക്കേണ്ടതുണ്ട്. അല്പസമയത്തിനകം തന്നെ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും 15 പുതുമുഖങ്ങൾ പുതുതായി സംസ്ഥാന സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇനി ഇവരിൽ നിന്ന് പുതിയ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിരഞ്ഞെടുക്കണം. ഒപ്പം അതിനുശേഷം പുതിയ സംസ്ഥാന സെക്രട്ടറിയെയും തിരഞ്ഞെടുക്കണം. സാധാരണഗതിയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ തിരഞ്ഞെടുപ്പ് സംസ്ഥാന സമ്മേളനത്തിൽ വെച്ചുണ്ടാകാറില്ല. പക്ഷേ ഇന്നത്തെ ഈ സമ്മേളനത്തിൻ്റെ ഒരു രീതി വെച്ചത് ഈ സമ്മേളനത്തിൽ വെച്ച് തന്നെ ഉണ്ടാകുമോ എന്നതും കൂടി കണ്ടറിയണം. സെയ്ഫ് തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. സെയ്ഫ്, നമുക്ക് ഒഴിവാക്കപ്പെട്ട അംഗങ്ങളുടെ പൂർണ്ണമായ വിവരം ലഭിക്കുന്നുണ്ടോ സെയ്ഫ്? PK ശ്രീമതിയെ ഒഴിവാക്കിയിട്ടുണ്ട്. സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് PK ശ്രീമതിയെ ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സൂസൻ കോടിയെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇവരെ 2 പേരെയും ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. EP ജയരാജനും TP രാമകൃഷ്ണനും സംസ്ഥാന കമ്മിറ്റിയിൽ തുടരുകയാണ്. അല്പസമയത്തിനകം തന്നെ നമുക്ക് ഉള്ളിലേക്ക് കയറി മാധ്യമപ്രവർത്തകരെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി കാണുന്നുണ്ട്. അതുകൊണ്ട് അല്പസമയത്തിനകം തന്നെ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നൽകാൻ കഴിയും. പുതുതായിട്ട് മൊത്തം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 15 പേരാണ് പുതുതായിട്ടുള്ളതെന്ന്. 15 പേർ തന്നെയാണ് പുതുതായിട്ടുള്ളത്. ഈ 17 എന്ന കണക്ക് വരുന്നത് 2 പേർ, അതായത് ബ്രിട്ടാസും അതുപോലെ തന്നെ ബിജു കണ്ടക്കായും, ഇവർ 2 പേരെയും സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. ഇതുകൂടെ ചേർക്കുമ്പോൾ 17 പേരാണ് സംസ്ഥാന കമ്മിറ്റിയിൽ ഉള്ളത്. അതാണ് സംസ്ഥാന സമ്മേളനം എടുത്തിരിക്കുന്ന തീരുമാനം. മുഴുവൻ പേരുകൾ വരുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ആ പേരുകളിലേക്ക് നമുക്ക് പോവാം. മുഴുവൻ പേരുകൾ കിട്ടിയിട്ടുണ്ട്. ഒരു മിനിറ്റ്. ഇനി വായിക്കാം. അതെ, മുഴുവൻ പേരുകളും ആയിട്ടുണ്ട്. അതിന്റെ ലിസ്റ്റ് നമുക്ക് അല്പസമയത്തിനകം തന്നെ പൂർണ്ണമായിട്ടും നൽകാൻ കഴിയും. പാനോളി വത്സൻ, രാജു അബ്രഹാം, A റഹീം, PP സാനു, അതുപോലെ തന്നെ KN ഗണേഷ്, KS സലീഖ, KK ലതിക, P ശശി, K അനിൽകുമാർ, V ജോയ്, OR കേളു, ഡോക്ടർ ചിന്ത ജെറോം, S സതീഷ്, N ചന്ദ്രൻ, ബിജു കണ്ടക്കായ്, ജോൺ ബ്രിട്ടാസ് അടക്കം മുഴുവൻ പേരുകൾ 89 അംഗ സംസ്ഥാന കമ്മിറ്റിയുടെ മുഴുവൻ പേരുകളും ലഭ്യമായിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയും ചെയ്യും. സൈഫുദ്ദീൻ. ശരി, 15 അംഗ പുതുമുഖങ്ങൾ. ഒന്ന് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 5 ജില്ലാ സെക്രട്ടറിമാർക്കൊപ്പം കണ്ണൂരിൽ നിന്ന് M പ്രകാശൻ, DYFIയിൽ നിന്ന് സനോജും വസീഫും,
കോങ്ങാടംഗം കെ ശാന്തകുമാരി, മന്ത്രി ആർ ബിന്ദു, എം അനിൽകുമാർ, ആലപ്പുഴയിൽ നിന്നും പ്രസാദ്, PR രഘുനാഥ്, കൊല്ലത്ത് നിന്ന് എസ് ജയമോഹൻ, DK മുരളി തിരുവനന്തപുരത്ത് നിന്ന്. അങ്ങനെ 15 അംഗ പുതുമുഖങ്ങളാണ് ഇപ്പോൾ 89 അംഗ സംസ്ഥാന സമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പോഴും ആരൊക്കെയാണ് ഒഴിവാക്കിയെന്നുള്ള കാര്യത്തിലൊരു പൂർണ്ണമായ വ്യക്തത വരേണ്ടതുണ്ട്. സൈഫ, ഇനിയിപ്പോൾ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കണം. അപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഒരു തെരഞ്ഞെടുപ്പ് ഈ സമ്മേളനത്തിൽ വെച്ച് തന്നെ ഉണ്ടാകുമോ സൈഫ്? അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ ഇതുവരെ തെരഞ്ഞെടുത്തിട്ടില്ല. അതായത് കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ ഈ സംസ്ഥാന കമ്മിറ്റിയെ തെരഞ്ഞെടുത്തതിന് പിന്നാലെ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭിച്ചിരുന്നു. പക്ഷേ ഇവിടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ തെരഞ്ഞെടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുതുതായിട്ട് വന്ന 15 പേരുടെ പട്ടിക ഒന്നുകൂടി വായിക്കാം. M രാജഗോപാൽ, അദ്ദേഹം കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ K റഫീഖ് വയനാട് ജില്ലാ സെക്രട്ടറിയാണ്. M മെഹബൂബ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാണ്. VP അനിൽ, അദ്ദേഹം മലപ്പുറം ജില്ലാ സെക്രട്ടറിയാണ്. തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. ഈ 5 ജില്ലാ സെക്രട്ടറിമാരെ പുതുതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. M പ്രകാശൻ, VK സനോജ്, V വസീഫ്, K ശാന്തകുമാരി, R ബിന്ദു, M അനിൽകുമാർ, M പ്രസാദ്, PR രഘുനാഥ്, S ജയമോഹൻ, DK മുരളി. ഇതാണ് 15 പേർ. നേരത്തെയുള്ള പുതുതായിട്ട് അങ്ങനെ 15 പേർ വരുന്നു. 2 പേരെ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. 2 ക്ഷണിതാക്കളായിരുന്നു, ബിജു കണ്ടക്കായും ജോൺ ബ്രിട്ടാസും. അവരെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളാക്കി തെരഞ്ഞെടുക്കുകയും ചെയ്തു. അങ്ങനെ 17 പേരാണ് പുതുതായിട്ട് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വന്നത്. 89 അംഗ സംസ്ഥാന കമ്മിറ്റിക്കാണ് അംഗീകാരം നൽകിയിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. എറണാകുളം സംസ്ഥാന സമ്മേളനത്തിൽ അന്ന് തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ തെരഞ്ഞെടുക്കുന്നു. ഇതിൽ മാറ്റം വരികയാണ്. ഇവിടെ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അല്പസമയത്തിനകം തന്നെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയും ചെയ്യും. സൈഫുദ്ദീൻ, പക്ഷെ വീണ ജോർജിന്റെ പേര് ഇതിലിവിടെയും കാണുന്നില്ലല്ലോ സൈഫ്. 15 അംഗ പുതുമുഖങ്ങളിലുമില്ല, നമുക്ക് കിട്ടിയ മുഴുവൻ ലിസ്റ്റിലുമില്ല. വീണ ജോർജ് ക്ഷണിതാവാണെന്നാണ് തോന്നുന്നത്. അതിന്റെ ഒരു ക്ലാരിറ്റി ക്ഷണിതാവാണെന്ന് തോന്നുന്നു. അതിന്റെ ഒരു ക്ലാരിറ്റി നമുക്ക് അല്പസമയത്തിനകം തന്നെ വരുത്താം സൈഫുദ്ദീൻ. അത് അല്പസമയത്തിനകം തന്നെ ഞാനത് പങ്കുവെക്കുന്നതായിരിക്കും. ശരി, എന്തായാലും ഒരു ഇടവേള എടുത്ത് വേഗത്തിൽ വരാം. 89 അംഗ സമിതിയാണ്. 15 പുതുമുഖങ്ങൾ, 2 മന്ത്രിമാർ കൂടി പുതുതായി സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. DYFIയിൽ നിന്ന് സനോജും ഒപ്പം വസീഫും സംസ്ഥാന കമ്മിറ്റിയിലെ പുതുമുഖങ്ങളാണ്.